അധികം നമ്മൾ സോട്ട് ചെയ്യരുത്, അധികം വേവിച്ച് കൊളാക്കരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. കൊത്തി വരും. നമുക്ക് ഏത് സമയവും ഇവിടെ ആ ഇലേൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണത് ഇഷ്ടം. കണ്ടാ വരുന്നത് പാസ്ത ഒരു വെറൈറ്റി അല്ലേ. ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. ഇന്നത്തെ ലഞ്ച് പാസ്തയാക്കാമെന്ന് വിചാരിച്ചു. ഈ പാസ്തയൊക്കെ ഭയങ്കര ഈസി ഉണ്ടാക്കാൻ. പിന്നെ എന്തിനാ നമ്മളിതൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക്ക് നമുക്ക് പീൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. എയർ ഫ്രയർ ഓപ്പൺ ചെയ്യുക, അതിലേക്ക് ആവശ്യമുള്ള ഗാർലിക്ക് ഇടുക. അതിന് ശേഷം എയർ ഫ്രയർ ഒന്ന് ഓണാക്കുക. ശരി, ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അവന് ഏത് സമയവും ഇവിടെ ആ ഇലേൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണത് ഇഷ്ടം. കണ്ടാ വരുന്നത്. ഇങ്ങനെ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പൊ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് മഷ്റൂംസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഷ്റൂംസ് ഇട്ട് കഴിയുമ്പോൾ പ്രോട്ടീൻ ആവും. ഇന്ന് ചിക്കൻ ഇല്ലായിരുന്നു, അപ്പോൾ അതിന് പകരം മഷ്റൂംസ് വെച്ചിട്ട് നമുക്ക് പ്രോട്ടീൻ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തേക്കുന്ന വെജ്, ഇത് നല്ലോണം ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തതാണ് ഇത്. ഈ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയേക്കണത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ ഇന്ത്യൻ കുക്കിംഗ് ആകുമ്പോഴത്തേക്കും കുറേ പരിപാടികളുള്ള പോലെയാണ് എനിക്ക് തോന്നാറ്. പക്ഷേ നമുക്ക് ഈ പാസ്തയൊക്കെ എപ്പോഴും കഴിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു ഹസ്ബൻഡ് വരുമ്പോൾ ഒരു പാസ്ത ഒരു വെറൈറ്റി അല്ലേ, ഐ തിങ്ക് ഹി വിൽ ബി ഹാപ്പി. ഞാൻ ഒത്തിരി സ്നേഹത്തോടു കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ഗാർലിക് റെഡി ആയിട്ടുണ്ടാവും. ചൂടുണ്ടാവും, അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് ഇതിൻ്റെ ഈ തൊലി പോയി കിട്ടും. ഈസി ആയിട്ട് പോയി കിട്ടും എന്ന് പറയുമ്പം ഹൗ ഈസി കാണിച്ചത്. ഇപ്പൊ ചൂടാണ്. നേരത്തെ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. ഇത് കണ്ടോ ഗാർലിക്. ഇത് ഇപ്പോഴേ ഇതൊക്കെ ഈ പോയിക്കാണ്. അപ്പൊ ജസ്റ്റ് ഇതിങ്ങനെ എടുത്താൽ മതി. നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഭ്രാന്ത് പിടിക്കണ പണി, എനിക്കങ്ങനെ ഭ്രാന്ത് പിടിക്കണ പണി ഗാർലിക്ക് ശരിയാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെളുത്തുള്ളിൻ്റെ ആ ഒരു എസൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് ഈസി മെത്തേഡാണിത്. അപ്പം നമുക്ക് ഓരോന്നിങ്ങനെ തൊലി കളഞ്ഞെടുക്കാം. ഇത്തിരി ചൂടാറിയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊള്ളാണ്ടിരിക്കും. പിന്നെ എനിക്ക് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. പോരും. കണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നു. ഇത്ര ഈസിയാണ് പൊളിക്കാൻ. വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പാസ്ത ഉണ്ടാക്കണതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഈ ഗാർലിക്ക് ഇതിലേക്ക് ഇടുമ്പോൾ ഒരു മണം വരും. നമുക്ക് വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശില ഇടാൻ പോവാണ്. ഫസ്റ്റ് തന്നെ അത് എയർ ഫ്രയറിൽ കിടന്ന് ഇത്തിരി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണം നല്ല നല്ല മണമായിരുന്നു. അതിൻ്റെ കൂടെ ഈ
ബട്ടറിൽ സോട്ട് ചെയ്യുമ്പോൾ ഗാർലിക് ബട്ടറിൽ സോട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സ്മെല്ല് കുക്ക് ചെയ്യണവർക്ക് അറിയാൻ പറ്റും. ബ്രോക്കോളി ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇന്ന് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയ വെജീസ് ഇതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത്. കഴിക്കാൻ നമുക്ക് നല്ല ഒരു എന്താ ക്രഞ്ചി ആയിട്ടല്ലേ, അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് അധികം നമ്മൾ സോട്ട് ചെയ്യരുത്, അധികം വേവിച്ച് കൊളാക്കരുത്. ഇപ്പം തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ചേട്ടൻ ഇവിടെ എത്തുമ്പോൾ തന്നെ മണത്ത് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ന് പാസ്ത ഉണ്ടാക്കുമെന്നറിയാം, പക്ഷെ ലഞ്ചിന് പാസ്ത ആയിരിക്കും എന്ന് ആൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സോ ലൈഫിൽ നമ്മളിങ്ങനെ കുട്ടി കുട്ടി എഫേർട്സ് ഒക്കെ എടുത്തിട്ട് അവരെ സർപ്രൈസ് ചെയ്യണ സമയത്തല്ലേ ഒരു ഒത്തിരി ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിലേക്ക് നമുക്ക് മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമിന് നല്ലോണം വെള്ളമാണ്. ആവശ്യത്തിന് ഉപ്പ്, എനിക്ക് കൈക്കണക്കാണ്. ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കുക്ക് ചെയ്യണതിൻ്റെ കൂടെ ഐ എം ഓൾസോ വർക്കിംഗ്. സോ പാസ്തയൊക്കെ ആണെങ്കിൽ വളരെ ഈസിയാണ്, നമുക്ക് ആ സമയത്ത് നോക്കിയാൽ മതി അതിൻ്റെ കാര്യങ്ങൾ. മീറ്റ് പാസ്തയാണ് യൂസ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് അത് കുക്കറിലിട്ട് ഒരു 1 വിസിൽ കേട്ടതിന് ശേഷം അപ്പോഴേക്കും അത് കുക്കായിട്ടുണ്ടാവും. ആ ഉപ്പിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അത് എന്നിട്ട് നല്ലോണം ഡ്രെയിൻ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ പാസ്ത ഉണ്ടാക്കാൻ. അവരുടെ കാര്യങ്ങളൊക്കെ എന്തുവരെ ആയിരുന്നു നമുക്ക് നോക്കാം. നമ്മളുടെ ലെറ്റീസ് ആഡ് ചെയ്യാം. എനിക്കിത് ഒരുപാട് ഇഷ്ടം, അതാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് സൈമൾട്ടേനിയസ്ലി ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് തിങ് ഈസ് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഈ സോസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നത്. അവക്കാഡോ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിൽ ലെമൺ ജ്യൂസ്, ഒലിവ് ഓയിലൊക്കെ ഇട്ട് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അവക്കാഡോ സോസ് കിട്ടും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സോസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് അവേ നമുക്ക് 1 ടീസ്പൂൺ മൈദ ആഡ് ചെയ്യണം. ഈ മൈദയാണ് ഇതിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ തരിക. ജസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച മിൽക്ക് ആഡ് ചെയ്യാം. സമയമായതുകൊണ്ടാണ് ഞാൻ സ്പീഡി ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതാകുമ്പോൾ അളവ് തെറ്റില്ല, ഈ ഒരു സ്ലൈസ് ഇട്ടാൽ മതി. ഈ ഒരു സ്ലൈസ് നമുക്കിടാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ദേ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. സി, ഇതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ച വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
ചില്ലി ഫ്ലേക്സ് ക്രഷ് ചെയ്ത് വെച്ച്. അയ്യോ, ഈ ഭാഗം റെക്കോർഡായില്ല. സോ ഇത് ജസ്റ്റ് അവക്കാഡോ ആൻഡ് ഒലിവ് ഓയിൽ ആൻഡ് സം സോൾട്ട്, ഇത്രയും ഒരു പേസ്റ്റാക്കി ഞാൻ എടുത്തതാണ്. ആൻഡ് ഇതിൽ കുറച്ച് വൈറ്റ് സോസ് മാറ്റി വെച്ചതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായി. ഇനി ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നാലാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടി ലെറ്റീസ് ആഡ് ചെയ്യുകയാണ്. നല്ലൊരു പഴുത്ത അവക്കാഡോ ഇരിപ്പുണ്ടായി. അപ്പോൾ എന്തായാലും വൈറ്റ് സോസ് പാസ്തയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത് ഇത്തിരി ലെങ്തി ആയിപ്പോയത്. ആക്ച്വലി പാസ്ത ഈസ് വെരി ഈസി ആൻഡ് സിമ്പിൾ, ക്വിക്ക്ലി ഉണ്ടാക്കാം. ഭക്ഷണം തായോ. അതിൻ്റെ അകത്ത് പാസ്ത ഉണ്ട്. മിക്സ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ. അവക്കാഡോയോ? ഞാനൊരു മടിച്ചായതുകൊണ്ട് ഇളക്കിയ സ്പൂൺ വെച്ച് തന്നെ കഴിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടനത് മാറ്റി തന്നെ. അപ്പം അങ്ങനെ നമ്മൾ പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞു. ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. I did make avocado shake. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കോമെൻറ്റ് ബിലോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.